നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. കരിമ്പനകൾ കഥ പറയുന്ന, കൃഷിയും രാഷ്ട്രീയവും ചേർത്ത് കോട്ട കെട്ടിയ ലോക്സഭാ മണ്ഡലമാണ് പാലക്കാട്. കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി ഉൾപ്പെടെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധിയെഴുതിയ ചരിത്രമാണുള്ളത്. മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് കഴിഞ്ഞ തവണ UDFനെ തുണച്ചത്. നീണ്ട 1/4 നൂറ്റാണ്ടിന് ശേഷം VK ശ്രീകണ്ഠനിലൂടെ തിരിച്ചുപിടിച്ച മണ്ഡലം നിലനിർത്താൻ UDFും CPMന് ശക്തമായ വേരോട്ടമുള്ള മണ്ണിൽ നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കാൻ ഇടതുപക്ഷവും കച്ചകെട്ടുമ്പോൾ ഇത്തവണ പൊടി പാറും. സംസ്ഥാനത്തെ A+ മണ്ഡലമായി പാർട്ടി പരിഗണിക്കുന്ന പാലക്കാട് വിജയിച്ചു കയറാൻ BJPയും തയ്യാറെടുക്കുമ്പോൾ പാലക്കാടൻ ചൂടിന് കാഠിന്യം കൂടുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കുള്ള കവാടമായ വാളയാർ മുതൽ മലപ്പുറത്തേക്ക് പ്രവേശിക്കാനുള്ള തൂതപ്പുഴ പാലം വരെ തെക്ക് വടക്ക് നീണ്ടുകിടക്കുകയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. വാഹനത്തിൽ നിർത്താതെ സഞ്ചരിച്ചാൽ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തെത്താൻ 2.5 മണിക്കൂർ. LDF ഇക്കുറി കളത്തിലിറക്കിയിരിക്കുന്നത് A വിജയരാഘവനെ തന്നെയാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ പഴയ വിജയരാഘവനല്ല. CPMൻ്റെ തലമുതിർന്ന നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവും മന്ത്രി R ബിന്ദുവിൻ്റെ ഭർത്താവുമാണ്. ഇക്കുറി സഖാവിനെ വിജയിപ്പിക്കേണ്ടത് അഭിമാന പ്രശ്നമാണെന്ന് പറയുന്നു. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും പഴയ ആളല്ല. പാർലമെൻറ്റ് അംഗമെന്ന നിലയിലുള്ള പരിചയസമ്പത്തും മണ്ഡലത്തിലുള്ള സുഹൃത്ത് ബന്ധങ്ങളെയുമാണ് ഇത്തവണ അദ്ദേഹം മത്സരത്തിനിറക്കുന്നത്. MP വീരേന്ദ്രകുമാറിനെ 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ച MP രാജേഷിനെയാണ് കഴിഞ്ഞ തവണ കന്നിക്കാരനായിരുന്ന ശ്രീകണ്ഠൻ തറ പറ്റിച്ചത്. പാലക്കാടിൻ്റെ മനസ്സ് എങ്ങോട്ട് തിരിയുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്. മാറിയും മറിഞ്ഞും ഇടത് വലത് മുന്നണികളെ തള്ളുകയും കൊള്ളുകയും ചെയ്തിട്ടുണ്ട് മണ്ഡലം. അതിനൊപ്പം നിർണായക ശക്തിയായി BJPയുടെ വളർച്ചയും തിളച്ചുമറിയുന്ന പാലക്കാടൻ ചൂടിനും അപ്പുറത്താണ് ഇവിടുത്തെ പോരാട്ട വീര്യം. 1989 കോൺഗ്രസിൻ്റെ VS വിജയരാഘവനിൽ നിന്നും പാലക്കാടിനെ ഇടത്തേക്ക് പിടിച്ച A വിജയരാഘവനെയാണ് LDF ഇത്തവണ പരീക്ഷിക്കുന്നത്. 89 A വിജയരാഘവൻ 1286 വോട്ടിന് പിടിച്ചെടുത്ത പാലക്കാടിനെ 1991 15,768 വോട്ടിന് VS വിജയരാഘവൻ വീണ്ടും UDFന് വേണ്ടി തിരിച്ചെടുത്തു. അന്നും എതിരാളി A വിജയരാഘവനായിരുന്നു. പിന്നീട് 96 NN കൃഷ്ണദാസിനെ ഇറക്കിയാണ് CPM പാലക്കാടിനെ ഒപ്പം കൂട്ടിയത്. അതിൽ വിള്ളൽ വീഴ്ത്താൻ UDFന് 2019 വരെ കാത്തിരിക്കേണ്ടി വന്നു. വിജയരാഘവനിവിടെ 3ാം അംഗമാണ്. പാർട്ടിയുടെ സമുന്നതനായ നേതാവിനെ ഇറക്കുന്നതിലൂടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും CPM പാലക്കാട് പ്രതീക്ഷിക്കുന്നില്ലെന്ന് വ്യക്തം. A ക്ലാസ് മണ്ഡലമായി BJP പരിഗണിക്കുന്ന പാലക്കാട് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറാണ് ഇത്തവണയും പോരിനിറങ്ങുന്നത്. 2000 മുതൽ 2020 വരെയും പാലക്കാട് നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണകുമാർ പാർട്ടി ജില്ലാ അധ്യക്ഷനായിരിക്കെയാണ് നഗരസഭാ ഭരണം പിടിച്ചത്. കഴിഞ്ഞ തവണ, അതായത് 2019 2,18,556 വോട്ട് നേടിയതും പാലക്കാട് മലമ്പുഴ നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് തുടരുന്നതും തുടർച്ചയായി പാലക്കാട് നഗരസഭാ ഭരണം നിലനിർത്തിയതും ഒട്ടനവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ മുഖ്യ പ്രതിപക്ഷമായി വളർന്നതുമെല്ലാം BJPക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട്. കഴിഞ്ഞ തവണ മണ്ണാർക്കാടിൻ്റെ ബലത്തിലാണ് UDF ജയിച്ചു കയറിയത്. പട്ടാമ്പിയും പാലക്കാടും അതിനൊപ്പം നിന്നു. പൗരത്വ നിയമ ഭേദഗതിയും വർഗീയതയും വിഷയമാക്കി മണ്ണാർക്കാടിൻ്റെ അടിയൊഴുക്ക് അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷം. പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞ വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളും വിലക്കയറ്റവും ഉയർത്തിക്കാട്ടിയാണ് UDF വോട്ട് പിടിക്കുന്നത്.
മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് BJPയും കളം നിറഞ്ഞു നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് നഗരത്തിൽ റോഡ് ഷോ നടത്തിയതോടുകൂടി ചിത്രം മാറിയിരിക്കുകയാണ്. BJP പ്രവർത്തകരുടെ ഇടയിൽ വലിയൊരു ആത്മവിശ്വാസവും ഉണ്ടാക്കിയിരിക്കുകയാണ്. പാലക്കാട് BJP ഒരു A ക്ലാസ് മണ്ഡലമായി കാണുമ്പോൾ അണികളിൽ ആവേശം അലതല്ലുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തായിരുന്നു BJP. വടക്കേ മലബാറിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ AK ഗോപാലനും EK നായനാരും ഉൾപ്പെടെയുള്ളവർ സുരക്ഷിത മണ്ഡലം തേടി പണ്ട് പാലക്കാട്ടേക്കാണ് വന്നിരുന്നത്. എന്നാൽ ഇക്കുറി പാലക്കാട്ട് നിന്ന് ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസിൻ്റെ യുവ MLA CPMൻ്റെ KK ശൈലജ MLAയെ നേരിടാൻ വടകരയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്.